ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് മുത്തുമണിയിലെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സൺഡേ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനിതിപ്പോൾ എണീറ്റ് രാവിലെ ഒരു റസ്കും ചായയും പതിവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റസ്കും ചായയൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോൾ പാത്തൂസ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്തൂസും കഴിക്കുകയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ബൂരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് ബൂരി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർച്ചും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സുഡാപ്പി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. സുഡാപ്പി അവിടെ അങ്ങനെ എണീറ്റെങ്കിലും അവിടെ ഇരുന്ന് കിടക്കയിൽ തന്നെ കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ദിലുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് ക്യാമ്പുണ്ട്, അതിന് വേണ്ടി പോയേക്കാണ്. ഇപ്പോൾ ആൾ വരുമ്പോൾ ഒരു ടൈമാവും. അപ്പോൾ ആ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച സമയത്താണ് സുഡാപ്പി എണീറ്റിട്ടോ. അപ്പോൾ ആൾ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ചട്ടി നിറമൊക്കെ ഒന്ന് മാറിപ്പോയി. ഞാൻ എന്നിട്ട് ആ ചട്ടി അവിടെ മാറ്റി വെച്ചിട്ട് വേറെ ഇതിലേക്ക് എണ്ണയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇന്നൊരു വെറൈറ്റി ഒരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ടൈപ്പിൽ ഞാൻ കറി ആദ്യമായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണെങ്കിലും ഇന്നാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ കറി എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നമുക്ക് ബൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ചട്ടിയിലാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റും. പിന്നെ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് മാത്രം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു വലിയ സൈസ് സബോള ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വാട്ടുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്കൊന്ന് വാട്ടിയെടുക്കാനായിട്ട്. അപ്പം വേഗം തന്നെ റെഡി ആവും കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 തക്കാളി കേട്ടോ. തക്കാളി ചെറിയ തക്കാളി കാരണം 2 തക്കാളി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു തക്കാളി എന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. അത് ഒന്ന് അരിഞ്ഞിട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അവിടെ അടിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇതിലിട്ടിട്ട് ഇതും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സവാളയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ തക്കാളി അടിച്ച് വെച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പച്ച തക്കാളി ആയ കാരണം അതിൻ്റെ ഇനി പച്ച ചോയൊക്കെ ഇങ്ങോട്ട് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇതുകൊണ്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകും ചേർക്കുന്നില്ല കേട്ടോ. എരിവിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ഇതിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഒന്ന് ചേർത്തതിന് ശേഷം അത് നന്നായി ഒന്ന് വാട്ടിയെടുത്ത് പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി എല്ലാതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ പച്ചക്കുത്തൊക്കെ ഒന്ന് നന്നായി പോയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരിക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ആ തക്കാളി അടിച്ചെടുത്ത് ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഈ കറി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം ഞാൻ അതിവിടെ തിളയ്ക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്. ഇനി അതവിടെ തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ ഇതവിടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ, പിന്നെ കത്തിക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ 2 മുട്ട ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മുട്ടയിൽ നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കുരുമുളക് നമ്മുടെ കയ്യിൽ മറ്റേ ചില്ലി ഇല്ലേ, റെഡ് ചില്ലി, അതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബിരിയാണി മസാലയുടെ ആ ഒരു മസാല ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കേട്ടോ.
പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മുട്ടയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് മതി കേട്ടോ. ഈ 2 മുട്ടയും കൂടി നമുക്ക് മുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് മതി, കാരണം ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 മുട്ടയും കൂടി നമുക്ക് ഓംലേറ്റിനൊക്കെ റെഡിയാക്കുന്ന പോലെ നന്നായിട്ട് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മുട്ട അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അപ്പം പോലെ ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വരില്ലേ, ആ സമയത്ത് നമുക്കതൊന്ന് അങ്ങനെ ചിക്കി എടുക്കല്ല, ഒന്ന് മറിച്ചിട്ടിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ഈ പീസാക്കുന്ന സമയത്ത് നല്ല അങ്ങോട്ട് ഡ്രൈ ആയി പോകരുത്, ചെറിയൊരു സോഫ്റ്റും കൂടി വേണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറവാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാനിത് ചെറിയ പീസാക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അധികം അങ്ങോട്ട് ചിക്കി നമുക്ക് ഉടച്ചങ്ങോട്ട് എടുക്കണ്ട കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈ കാണുന്ന രീതിയിൽ കേട്ടോ, കുറച്ച് വലിപ്പത്തിലുള്ള പീസുകളാക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് മുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് കുറച്ച് വലിപ്പമുള്ള പീസുകളാക്കിയിട്ട് ഞാനങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പീസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പച്ചമുളകൊന്നും നമ്മൾ ചേർക്കാത്ത കാരണം കൊണ്ട് കുരുമുളക് പൊടി കുറച്ചും കൂടി കൂട്ടിയിടായിരിക്കും നല്ലത് കേട്ടോ. ഞാനിവിടെ മക്കളുള്ള കാരണം കൊണ്ട് അവർക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഇഷ്ടമല്ല എന്നല്ല, എരി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കില്ല, അത്യാവശ്യം പാടുള്ളൂ. അപ്പം ഞാൻ അതിനുള്ള കുരുമുളക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഈ കറിയിൽ എരിവുണ്ടെങ്കിലാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ മുളക് പൊടി നമ്മളതിൽ ചേർക്കുന്നില്ലല്ലോ, പച്ചമുളകും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയുടെ കുത്താണ് ഇതിൽ മെയിനായിട്ട് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കറിയൊക്കെ അതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൂരിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇത്. അങ്ങനെ കറിയൊക്കെ ഒന്ന് ആയതിന് ശേഷം ഞാനിപ്പോൾ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോൾ ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പറാണ് കേട്ടോ കറി. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് നല്ല മഴക്കാറ് വന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ മുറ്റടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് പാത്തൂസ് എണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ഇറക്കിയ സമയത്ത് ചില ദിവസം കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാനത് അവിടെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇലകൾ നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് വാരിയിട്ട്, ഇത് നല്ല ഉണങ്ങിയ ഇലയാണ് കേട്ടോ. അപ്പോൾ അത് കൈയോടെ തന്നെ കത്തിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കത്തൂല. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഇതൊന്ന് കത്തിച്ച് കളയാൻ വെച്ചാൽ അധികമൊന്നുമില്ല, ആകെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ബാക്കിലായാലും അടിച്ചു വാരിയതൊന്നും അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാനിതൊക്കെ കൂടി അവിടെ കൊണ്ടിട്ടു. അവന് തീ കൊടുക്കാനുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല. എന്തായാലും അങ്ങോട്ട് കത്തട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടു. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു പാലിൻ്റെ കവർ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ഇനി മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഇതാലിച്ചിട്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഞങ്ങളുടെ പ്ലാസ്റ്റിക് അങ്ങനെ കത്തിക്കാറില്ല കേട്ടോ, മക്കളുള്ള കാരണം കൊണ്ട് തന്നെ. അപ്പോഴേക്കും ഇതേ മഴയൊക്കെ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാലും തീ അവിടെ കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ പാത്തൂസിന് സുഡാപ്പിയുടെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചത്. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ, അവർ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴുകാനായിട്ട്. ബാക്കിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മഴ പെയ്യുന്ന സമയത്ത് ഒക്കെ കൂടി ആകെ ഇടങ്ങേറാവുമായിരുന്നു. ഉണങ്ങി കിട്ടാനും കുറച്ച് പാടാണല്ലോ. നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉണക്കിയെടുത്താലും ചെറിയൊരു നനവുണ്ടാവുമല്ലോ അതിൽ. പിന്നെ ഞാനിത് കുറച്ച് അമരക്കായ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ മുട്ടക്കറി മാത്രമല്ല, ഒരു പൂരിയോട് കഴിക്കുകയും ചെയ്തു. പിന്നെ വൈകുന്നേരം ഇനിയിപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അവർക്ക് എന്തായാലും അത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അമരക്കായും കൂടി ഉപ്പേരി വയ്ക്കാൻ വെച്ചിട്ട് അങ്ങനെ അമരക്കായൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമരക്കായ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ ഒന്ന് കഴുകി അവിടെ വെച്ചതാണ് കേട്ടോ. പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ സാധാരണ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാറ്. വറ്റൽമുളക് ഇപ്പോൾ നോക്കിയപ്പോൾ ആകെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തണുപ്പൊക്കെ അല്ല, അധികം ചൂടൊക്കെ ആകുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കും. തണുപ്പാകുമ്പോൾ ഒരു ഈർപ്പം തട്ടുമ്പോൾ ഒരു വെള്ള കളർ പൂപ്പൽ പോലെ വരുമല്ലോ. അപ്പോൾ അതങ്ങനെ കളഞ്ഞു കേട്ടോ ഞാൻ. അപ്പോൾ ബാക്കിയുള്ളത് വെയിൽ വരുമ്പോൾ ഒന്ന് ഉണക്കാടണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത് കേട്ടോ. കുറച്ച് കേടായതൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്.
പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഉപ്പേരി അങ്ങനെ അടുപ്പത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞൊരു ലോഡ് പാത്രങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് മെയിനായിട്ട് ഈ പാത്രം കഴുകലും അതുപോലെ തന്നെ തുണി മടക്കുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ലോഡ് തുണിയുണ്ട് കേട്ടോ മടക്കാനായിട്ട്. എന്നുവെച്ചാൽ വെള്ളമില്ലാത്ത കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെള്ളമില്ലയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ അലക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അലക്കിയിട്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഒക്കെ ഉണക്കിയെടുത്തിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഇരുന്ന് മടക്കാനായിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഈ പാത്രം കഴുകുന്ന കാര്യമായാലും വെള്ളമില്ലാത്ത കാരണം വെള്ളം അവിടെ നിന്ന് കോരി കൊണ്ടുവന്ന് ഇതിൽ ഒഴിച്ചിട്ടിട്ടാണ് കഴുകണം കേട്ടോ. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിൽ നമുക്ക് വെള്ളം വരുമായിരുന്നല്ലോ. പിന്നെ ഇന്നിപ്പോൾ രാവിലെ കുറച്ച് വെള്ളം വരുന്നുണ്ട്. പക്ഷെ നൂല് പോലെ വരുന്നത് നമുക്ക് മുകളിലേക്ക് ടാങ്കിലേക്ക് കയറില്ല കേട്ടോ. ഇത് നമ്മുടെ കോർപ്പറേഷൻ പൈപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ഓട്ടോമാറ്റിക് കയറുന്ന ഒരു ബോളുണ്ട് കേട്ടോ. അതവിടെ സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ സ്പീഡിൽ വെള്ളം വരുന്ന സമയത്ത് മുകളിലേക്ക് കയറും. പിന്നെ ഞാൻ മുകളിലത്തെ നിറഞ്ഞ് കഴിയുമ്പോൾ ഓസ് ഇട്ടിട്ട് താഴത്തെ ടാങ്കിൽ നിറച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ വെള്ളമില്ലാത്ത കാരണം ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കോരി കൊണ്ടുവന്ന് വന്നിട്ട് വേണം ഇവിടെ പാത്രം കഴുകാനായാലും ബാത്റൂമിലേക്ക് പിന്നെ കുളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും കോരി കൊണ്ടുപോകണം കേട്ടോ. പൈപ്പിൽ വെള്ളം വരില്ലല്ലോ. പിന്നെ സ്പീഡ് വരണം, എന്നാൽ തന്നെ മുകളിലേക്ക് കയറുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ പാത്രങ്ങളാണെങ്കിൽ ഒരു ലോഡ് കഴുകാനും ഉണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പേരി നോക്കുന്നുണ്ട്. ഉപ്പേരിയൊക്കെ വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ആയാൽ മതിയേ. അങ്ങനെ അപ്പോൾ അതും അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ. അതും കൂടി ആയി കഴിഞ്ഞ് ഇനി ഇന്നത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഞാനിപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.